മാറ്റണം. പരിതൂരിലൊരു മാറ്റം വേണം. അതിന് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറിയ പരിതൂർ പഞ്ചായത്ത് ഭരണസമിതിയോട് ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 5 വർഷം കൊണ്ട് എന്തു മാറ്റമാണ് പരിതൂർ പഞ്ചായത്തിൽ നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത്? പരിതൂരിലെ ജനങ്ങൾക്ക് എന്തൊക്കെ സേവനമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത്? നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. സ്നേഹമുള്ള ജാഥ അംഗങ്ങളെ, നാട്ടുകാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നലെ കാരമ്പത്തൂർ നിന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് വരുന്ന 27-ാം തീയതി പഞ്ചായത്തിലേക്ക് നടത്തുന്ന മാർച്ചിൻ്റെ പ്രചാരണമാണ് ഇന്ന് ഈ കാൽനട പ്രചരണ ജാഥ ഇവിടെ നടക്കുന്നത്. ഈ ജാഥ എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് ഹരിയും അതുപോലെ തന്നെ മധുവും സുമതി ടീച്ചറൊക്കെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ജാഥ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പരിതൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്ന് പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ UDFന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത്, മാറണം പരിതൂര്, മാറ്റണം പരിതൂര് എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളെ വിചാരിച്ചു, കുറെ കാലമായാലോ CPM ഇങ്ങനെ ഭരിക്കണോ, ഒന്ന് മാറാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മാറ്റി നമ്മൾ 4.25 കൊല്ലക്കാലമായി നമ്മുടെ പഞ്ചായത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടന്നുകൊണ്ടിരിക്കുക. ഈ UDFന്റെ ഭരണം കാണുമ്പോൾ നമുക്കറിയാം, ഒരു മാറണം മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ വരണ്ടേ? അല്ല, എന്തെങ്കിലും ഒന്ന് വരണ്ടേ? അന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞവരിതാ, ഞങ്ങൾ വന്നതാ അവിടെ ഫുട്ബോൾ കളി ഉണ്ട്, ഇവിടെ കളി മാറും പരിതൂരില്ല എന്നാ അവർ പറഞ്ഞത്. കളി മാറും, ഞങ്ങളിതാ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് കളിക്കാനിതാ അതിമനോഹരമായ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞത്. ഒരു ഗ്രൗണ്ടും 4.25 കൊല്ലക്കാലമായി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ കൃഷിക്കാരെ ബന്ധിച്ചിടത്തോളം കാര്യം, ഇപ്പൊ പന്നി ശല്യം. എല്ലാവരും 10 വാഴയുണ്ടാക്കിയാൽ പറഞ്ഞ ആകെ പന്നി തകർക്കുകയാണ്. ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, കന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഫണ്ട് കൊടുത്തു പഞ്ചായത്തിന്. പക്ഷെ പരിതൂർ പഞ്ചായത്ത് അത് അറിഞ്ഞിട്ടില്ല, ഇവിടെ പന്നിയെ വെടിവെക്കാനൊന്നും അവരറിഞ്ഞിട്ടില്ല. ഇങ്ങനെ കൃഷിക്കാര് വാഴയും അതുപോലെ തന്നെ മറ്റു ചേമ്പൊക്കെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കണു, പന്നിങ്ങനെ അതിങ്ങനെ പൊറിച്ചും കൊണ്ടിരിക്കണു. പഞ്ചായത്ത് ഇങ്ങനെ കിടന്നിട്ട് അവരിങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ അവര് പറയുന്നത് ഇപ്പൊ എന്താ, അവര് മെമ്പർമാർക്കും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു കെട്ടിടം ഞങ്ങൾ അതാ മാറ്റിയെന്നാ പറഞ്ഞത്. അതാണ് മാറ്റം, അല്ല എന്ത് മാറ്റമുള്ളത്?
ഈ പരുതൂരിൽ കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായി നമ്മൾ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു MLA MP രാജേഷ് ഉണ്ടായി. MP രാജേഷ് ഉണ്ടായതിന്റെ ഭാഗമായി കൊണ്ടുള്ള പല മാറ്റങ്ങളും നമ്മൾ വളർന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പ്രസിഡന്റും അതുപോലെ തന്നെ ഭരണസമിതിക്കാരും അവരിങ്ങനെ പോസ്റ്റ് ഇട ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മളാണ്. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ കഥാപാത്രത്തെ പോലെ ഇപ്പൊ പറയുന്നത് എട്ടുകാരി മമ്മുഞ്ഞിനെ കേട്ടിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ. ഇവിടെ എന്ത് സംഭവിച്ചാലും എന്ത് നടന്നാലും ഇതൊക്കെ ഞങ്ങളാണ്, ഇതൊക്കെ നമ്മളാണ് നടപ്പിലാക്കുന്ന എന്ന രീതിയിലേക്ക് നേരത്തെ സുമതി പറഞ്ഞു. ഒരു തെങ്ങിൻ തൈ കൊടുത്താലും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ഒരു സാധനം കൊടുത്താലും ഈ സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്തെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ മറ്റാളുകൾക്കും വേണ്ടുന്ന രീതിയിൽ ഉപകാരപ്രദമാകുന്ന ചില നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഞങ്ങളാണ്, നമ്മളാണ് ഇതിന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്തിരുന്നു കൊണ്ട് ചില ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. സക്കറി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ബസ്സുണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. MP രാജേഷിന്റെ കഴിഞ്ഞ 4.5 കൊല്ലക്കാലത്തെ വികസനം നമ്മുടെ പരുതൂരിന്റെ ഗ്രാമത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് പദ്ധതിയാണ് നമ്മുടെ കരുതൂരിലുള്ളത്?